അങ്ങോട്ട് നോക്കിയാണ് ആര് വരണം നോക്കിയാണ് ആര് വരണം നോക്കിയാണ് പട്ടാളമാണ് അങ്ങനെ കുക്കം കണ്ടായിരുന്നു തോന്നുന്നത്. തള്ളാണെങ്കിലോ ഇത് മറിച്ച് യുദ്ധം തേങ്ങ. പട്ടാളത്തിലെ മേജറായിരുന്നു. മേജർമാരെല്ലാം അറിഞ്ഞ ഇയാളെ വെടിവെച്ചു. അല്ലെ ഇങ്ങനെ യഥാർത്ഥത്തിൽ പട്ടാളത്തിൽ തന്നെയാണ്. പട്ടാളത്തിൽ തന്നെ കുക്ക് സാധാളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. പിള്ളേരെ നിങ്ങളായിരുന്നാടേ എന്താ മൈൻഡിലായിരിക്കണം. ഓ അവന് കുറവില്ലല്ലേ മാമ? കുറവില്ലേന്നാ? അല്ല മാമ ഇത്രയും പ്രായമായിട്ടേ എക്സസൈസ് മാമ കുറയ്ക്കുന്നില്ലല്ലോ. ഓ അത് നിങ്ങൾക്ക് ശാരീരിക പരവും മാനസിക പരത്തെ കുറിച്ച് ഞാനൊരു കഥ പറഞ്ഞുതരാം. എടാ അതായത് പിള്ളേരെ ഞാനും എന്റെ പിള്ളേരെയും കൂടി നേരെ രാജസ്ഥാനിൽ വെച്ച് കിട്ടും. മണുക്കുവാ ടൂറ് പിള്ളേരെ പട്ടാളം കേട്ട പോയി. നമ്മൾ അവിടെ പോയിട്ട് തമ്പടിച്ച് ഒരു 10-90 വരെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും വെള്ളം വേണം. വെള്ളത്തിന്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ നമ്മളെ മേജർ പറഞ്ഞു കുറച്ച് മുകളിലായിട്ട് ഒരു ചെറിയ അരുവിയുണ്ട്, അവിടെ നിന്ന് വെള്ളം എടുക്കാം. ധൈര്യം എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ പേടിച്ചോണ്ട്. വെള്ളം എന്തിനാ? അരി വെക്കാന് ഇവിടെ അവിടെ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ടോയ്ലറ്റിൽ പോകണം, എല്ലാ ആവശ്യത്തിനും വേണ്ടി വെള്ളം. ഞാൻ എന്ത് 2 കുടമാട്ടം ഇറങ്ങി. നേരെ 2 കുടമാട്ടം നേരെ അങ്ങ് ഇറങ്ങി. ഞാൻ വെള്ളം എടുക്കാൻ ഒരുങ്ങി. കുറെ ആശാമാര് വട്ടം കൂടി അല്ലല്ല എടേ ഭീകരരിങ്ങനെ വട്ടം കൂടി തന്നെ. കമ്പനി അടിക്കാനാ? ഞാൻ എന്തിനാ അവരെ കമ്പനി അടിക്കണം? ആക്രമിക്കാൻ വന്നത്. പെട്ടെന്ന് ഞാൻ പെട്ട്. എടാ അവരെ കയ്യിലാണെങ്കിൽ ഈ നീളത്തിലുള്ള AK-47. പിന്നല്ലാതെ ഇത്രയും നീളമുള്ള AK-47 ചുറ്റും വളഞ്ഞല്ല. ഒന്നുമില്ല. ആ കുട മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോഴേ നമ്മളെ ഇവിടെ കാണില്ലേ ബേരിപ്പത്തല്, അതെന്തങ്ങാട്ട് ഒരു മടല ഞാഞ്ഞിട്ട് മരിച്ചു പോയി. ഉറുക്കാൻ നമ്മളെ നാടെ അടിച്ച് ദാസ്യമാരെ എടുത്താടി ഓടി. AK-47 മൊത്തം 6 പേരുണ്ട്. 6 പേരെ AK-47 ഞാൻ എടുത്ത് 2 കൂടെ വെള്ളം എടുത്തോട്ട് നേരെ ചെന്ന് മേജർ കണ്ടിടാ പാച്ചു. നീയാണ്ട് അവിടുത്തെ ഏറ്റവും ഗുരു എന്ന് പറഞ്ഞത്. മാമനെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്തൊരു അത്യാവശ്യം? നമുക്ക് ഇവിടെ സംസാരിച്ച് പറഞ്ഞിരിക്കണേ. മാമനല്ല അത്യാവശ്യം, നമ്മക്കല്ലേ അത്യാവശ്യം. ഓ അപ്പൊ ശരി ഞാൻ കേട്ടു. മക്കളെ മറക്കണ്ട, മനോബലമാണല്ല. ശരി ഓക്കേ, മനസ്സിന്റെ ബലമാണ് മനോബലം കേട്ടാ. ഒരു ചുള്ളി കമ്പൊടിഞ്ഞു വീണപ്പോ നിങ്ങളെ മനോബലം പോയാ?